ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് നോമ്പുതുറ വിഭവമൊന്നായിട്ടല്ല കേട്ടോ, നമുക്ക് അത്താഴത്തിനുള്ളതായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അത്താഴത്തിന് മീനും ചിക്കനും ബീഫൊന്നും കഴിക്കാത്ത ആൾക്കാരുണ്ടല്ലോ. ഞാൻ അങ്ങനെയാണ് കേട്ടോ, എനിക്ക് അത്താഴത്തിന് മീനും ചിക്കനും ബീഫും മുട്ട പോലും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ്. അപ്പോൾ അപ്പോൾ എന്നെപ്പോലുള്ളവർക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമുക്ക് മീൻ കറിയുടെ അതേ ചൊടിയിൽ ഒരു മാങ്ങക്കറി ഉണ്ടാക്കാം. അപ്പോൾ ഇതാവുമ്പോൾ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. പിന്നെ അത്താഴത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ ഒരു മടിയാണല്ലോ. അവർക്കൊക്കെ എരിവും പുളി എല്ലാം കൂടിയിട്ടുള്ള ഒരു മാങ്ങക്കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുപ്പിലും വെക്കാം, സ്റ്റൗമിലും വെക്കാം കേട്ടോ. അടുപ്പിൽ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. നമ്മൾ അതിൽ വെച്ചിട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കുകയാണല്ലോ. അപ്പോൾ ഇതാ കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉലുവ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉലുവ നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് ഉലുവ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് വറുത്ത് വരട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ ഉലുവൊക്കെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. നല്ല എരിവുള്ള കാരനാണ്. അപ്പോൾ നിങ്ങൾ എരിവ് കുറവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ മുളകൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുളക് പൊടി ഇതാ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചുമക്കൊക്കെ ചെയ്യും കേട്ടോ. അതാണ് ഇതിൻ്റെ പാകം. ചുമക്ക് തുമ്പൊക്കെ ചെയ്യും. അപ്പോൾ അതായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിറച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലി ഞാനിവിടെ വറുത്ത് പൊടിപ്പിച്ചതാണ്. അത് കാരണം മല്ലി കൂടുതലായിട്ട് വറുക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ ചട്ടിയിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി പിന്നെ ഇത് തിളച്ച് വരുമ്പോൾ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ല കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയേ വേണ്ടുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു മാങ്ങക്കറിയാണ്. ഇന്ന് അടിപൊളി ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ നോമ്പിനൊന്നല്ല, ഏതൊരു സമയത്ത് നമുക്ക് വേറെ മീൻ അങ്ങനെ ഒന്നും കിട്ടാത്തൊരു ദിവസം നമുക്ക് നല്ല ചൊടിയിലൊരു കറി ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇത് ഉണ്ടാക്കിക്കോളും. വേറെ ഒന്നിൻ്റെ ഒരു ആവശ്യമില്ല, ഒരു ഉണക്കമീൻ്റെ പോലും ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതാ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അപ്പോഴത്തേക്കും നമ്മൾ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതാ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ പറഞ്ഞത്, നമ്മൾ അടുപ്പിലൊക്കെ വെക്കുകയാണെങ്കിൽ പിന്നെ ആ തീക്കനലിലൊക്കെ വെച്ചിട്ടാണ് നന്നായി കുറുകി വന്നോളും. ഇത് കുറച്ച് നേരം നമ്മൾ സ്റ്റൗമ്മ വെക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ മസാലകളും ഉപ്പും എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സാധനങ്ങൾ മതിയല്ലോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി. ഇത്ര മതി അടിപൊളി മാങ്ങക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മൂവാണ്ട മാങ്ങയാണ് എടുത്തേക്കുന്നത്. ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട്. ഇത് പച്ചമാങ്ങ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ പൊട്ടിച്ചെടുത്തപ്പോൾ ചെറുതായിട്ട് കളറ് മാറിയിട്ടുണ്ട്. എന്നാലും ടേസ്റ്റാണ്. അപ്പോൾ രണ്ടിലും വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് കുറച്ചധികം മാങ്ങ തന്നെ ഉണ്ടാക്കിയെടുക്കണം. 3-4 ദിവസം ഇത് കേട് വരാതെ പുറത്ത് തന്നെ ഇരിക്കും കേട്ടോ. നമ്മളൊന്ന് ഇടയ്ക്ക് ചൂടാക്കി കൊടുത്താൽ മതി. ദിവസത്തിൽ പ്രാവശ്യമൊക്കെ ഒന്ന് ചെറുതായി ചൂടാക്കി വെച്ച് കൊടുക്കണമെങ്കിൽ 4 ദിവസം വരെ അത് പുറത്തിരിക്കും. ഒരു കേടും വരില്ല. ഇനി ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ മസാല ഒക്കെ ഒന്ന് അതിൽ പിടിച്ച് വരണ വരെ ഒന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. മാങ്ങൊക്കെ വെന്ത് വരണമല്ലോ. അപ്പോൾ ഇതുപോലെ മാങ്ങക്കറി വെക്കാത്തവരൊക്കെ ആണെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യങ്ങളൊന്ന് വെച്ച് നോക്കി വെക്കണേ. അത്രയും അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് എപ്പോഴും എല്ലാറ്റിലേക്കും കഴിക്കാൻ പറ്റുന്നത്. ഞാനിതും പുട്ടൊക്കെ കൂടിയിട്ട് കഴിക്കും കേട്ടോ. എനിക്കിഷ്ടമാണ് ഈ മാങ്ങക്കറിയും പുട്ടും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അത്ര തന്നെ നോക്കാനുള്ളൂ കേട്ടോ. ഇനി വേറെ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ നോമ്പ് തുറന്നതിൻ്റെ ശേഷം അത്താഴത്തിനായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചോറ് എന്താണെന്നറിയില്ല, ആ ഒരു സമയത്ത് ചോറ് തിന്നാൻ വേണ്ടി ഭയങ്കര ഒരു ആഗ്രഹം. അപ്പോൾ പിന്നെ എന്തായാലും ഒരു മാങ്ങക്കറിയും കൂടി ഉണ്ടാക്കിയെടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ പഴമാണ് കഴിക്കുക. അത്താഴത്തിന് ഞാനും മോനൊക്കെ പഴമാണ് കഴിക്കുള്ളൂ. അപ്പോൾ അന്നത്തെ ഒരു ദിവസം ചോറിനാനൊരു ആഗ്രഹം വന്നപ്പോൾ എന്തായാലും മാങ്ങക്കറിയും കൂടി ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമല്ലോ. അത്രയും നല്ല കറിയാണ്. അപ്പോൾ അത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, അപ്പോൾ അത് മാങ്ങൊക്കെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ മാങ്ങ അവിടെ വെന്ത് വരട്ടെ. അപ്പോഴത്തേന് നമുക്കിത് ഉലുവ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മിക്സിയിലിട്ടിട്ട് നമുക്ക് കറക്കിയിട്ട് പൊടിച്ചെടുക്കാം. പക്ഷേ അതിലും ഒരു ഇതാവുമ്പോൾ ഇതിങ്ങനെ തരിതരിയായിട്ട് നമുക്ക് കഴിക്കുന്ന സമയത്ത് ഉലുവയുടെ എല്ലാം കൂടിയാണ് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടിക്കല്ലിലിട്ടിട്ട് അത് ചതച്ചെടുക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ ഇതുപോലെ മാങ്ങക്കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഉമ്മയുടെ വീട്ടിലുണ്ടാക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ ഈ മാങ്ങക്കറി കണ്ടുപഠിച്ചത്. ഇതാ ഉലുവൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, തരിപ്പായിട്ടാണ് നമ്മൾ പൊടിച്ചെടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് കടിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇനി അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണില്ല. ഉലുവയുടെ കയ്പ്പ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്നും കൂടി തിളച്ച് വരട്ടെ. ഈ ഒരു സമയത്ത് മാങ്ങക്കറിക്ക് നല്ലൊരു മണമാണ് കേട്ടോ.
ഇപ്പം മാങ്കണി ചക്കടൊക്കെ സീസണാണല്ലോ. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് പല കറികളും ഉണ്ടാക്കാറുള്ളതല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. ഒരു പരീക്ഷണം മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ അതൊന്ന് കമൻറ്റിൽ വന്ന് പറയണേ. ഏതെങ്കിലും ഒരു വീഡിയോയുടെ കമൻറ്റിലായാലും മതി. ഇതാ മാങ്ങാക്കറി ആയിട്ടുണ്ട്. പിന്നെ മൺചട്ടി ആയ കാരണം ഒന്നും കൂടി ഇരുന്ന് കുറുകി വരുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ചാറോടക്കിന് തന്നെയാണ് മാറ്റി വെച്ചേക്കുന്നത്. ഇനി ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. നമുക്ക് കടുക് വറുത്തിടാനുള്ളതാണ്. അപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിനി ഉണക്കമുളക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടിക്കണ സമയത്ത് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കണില്ല കേട്ടോ. നമ്മൾ ഉലുവപ്പൊടി ഇട്ട് കൊടുത്ത കാരണമാണ്. ഇനി ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ കടുക് പൊട്ടിക്കണ സമയത്ത് കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ 2 മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്ര പണിയുള്ളൂ. നമുക്ക് നല്ല അടിപൊളി ഒരു കറി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അത്താഴത്തിനൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. കുറേ നേരമായില്ലേ ഞാൻ നിങ്ങളടുത്ത് ഉണ്ടാക്കി നോക്കാൻ പറയണത്. നല്ല ടേസ്റ്റുള്ള കറി ആയതുകൊണ്ടാണ് ഇത്രയും ധൈര്യത്തിൽ പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്നുള്ളത്. അപ്പോൾ ഇതാ അത്താഴത്തിനൊക്കെ ഞാൻ എണീറ്റ് വന്നപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഞാൻ വെള്ളം ഇരുന്നിട്ട് ഒന്നും കൂടി കുറുകി വരും എന്നുള്ളത് കണ്ടില്ലേ. നല്ലൊരു മാങ്ങാക്കറി ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിൽ നിന്ന് എടുത്ത് കഴിക്കാൻ തന്നെ നല്ല എരിവും പുളി എല്ലാം കൂടി ഉള്ളതാണല്ലോ. ഇത് കഴിക്കുമ്പോൾ എങ്ങനെ കഴിക്കേണ്ടതെന്ന് ചോറിലേക്ക് ഈ കറി അങ്ങോട്ട് ഒഴിച്ചിട്ട് കൂട്ടി തിരുമ്പി കഴിക്കണം. നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി വേവാനും നോക്കണേ. കണ്ടില്ലേ കൈ കൊണ്ട് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അയ്യെന്ന് വെള്ളം വരുന്നല്ലേ. നോമ്പ് നോറ്റിട്ട് വോയിസ് കൊടുക്കണം, എന്നെ സമ്മതിക്കണ്ടേ. ഇനി ഞാൻ അധികം കൊതിപ്പിക്കണില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.